എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് കുട്ടികൾക്ക് 10 മാസം മുതലൊക്കെ കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഫുഡിൻ്റെ റെസിപ്പി കാണാം. കുഞ്ഞിന് പച്ചക്കറികളൊക്കെ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എടുക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, അതുപോലെ തന്നെ 2 കളറിലുള്ള ക്യാബേജ്, കുറച്ച് ബേബി സ്പിനാച്ചും ബ്രോക്കോളിയും കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റെഡി ടു ഈറ്റ് വെജി മിക്സ് ആണ്. കോൾസ്ലോയും ബീറ്റ്റൂട്ട് സ്ലോയും. ഒന്നിൽ ബീറ്റ്റൂട്ടും ക്യാരറ്റും ബ്രോക്കോളിയും ഉണ്ട്, മറ്റേതിൽ 2 കളറിലുള്ള ക്യാബേജും ക്യാരറ്റും ഉണ്ട്. ഇത് ഞാൻ ചുമ്മാ കാണിച്ചു തന്നുള്ളൂ. ഇഷ്ടമുള്ള വെജീസ് നിങ്ങൾക്ക് എടുക്കാം. ഇനി നമ്മൾ ഈ എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഈ വെച്ചിരിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഹെൽത്തി ഫുഡ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചാലും മതി. ഇതിലേക്ക് ചീര ഒഴിച്ച് ബാക്കി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇത് രണ്ടും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അത് രണ്ടും നന്നായിട്ട് വഴന്നു കഴിയുമ്പോഴാണ് നമ്മൾ ചീര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപ്പ് ചേർക്കരുത്. ഇതിപ്പോൾ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒരു 2 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ 2 മിനിറ്റിനുള്ളിൽ തന്നെ ചീര നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ റെസിപ്പിയിൽ നമ്മൾ മുട്ട ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് മുട്ട കൊടുത്തു തുടങ്ങിയ കുട്ടികൾക്കും കുഞ്ഞുങ്ങൾക്കും ഇതേപോലെ വെജീസ് ചേർത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കാനായിട്ട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഈ മുട്ട നല്ലതാണെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഡയറക്റ്റായിട്ട് പൊട്ടിച്ചൊഴിച്ചത്. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബൗളിൽ പൊട്ടിച്ചൊഴിച്ചിട്ട് നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. ഈ മുട്ട ഇനി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടുമിക്ക കുട്ടികൾക്ക് മുട്ട പൊരിച്ചത് വളരെ ഇഷ്ടമാണ്. കുട്ടികൾക്ക് ആദ്യം ഇത് കൊടുക്കുമ്പോൾ വെജീസ് കുറച്ച് ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ട്. പിന്നെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. ഇത് എൻ്റെ മോന് കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞുങ്ങൾക്കൊന്ന് കൊടുത്തു നോക്കുക, തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും. നമ്മുടെ പുതിയ ഇൻട്രോ എല്ലാവരും കണ്ടു കാണുമല്ലോ. അത് കൈതച്ചക്ക എന്ന ചാനലിലെ റോണും റോഷനും കൂടെ ചെയ്തു തന്നതാണ്. അവരുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ അവരുടെ വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ.